ഇനി നമുക്ക് പഠിക്കാനുള്ളത് nomenclature of elements with atomic numbers greater than 100. 100-നേക്കാളും കൂടുതൽ അറ്റോമിക് നമ്പറുള്ള എലമെന്റ്സിനെ എങ്ങനെ നെയിം ചെയ്യാമെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നോമൻക്ലേച്ചർ എന്നുള്ള നെയിമിംഗ് എങ്ങനെയാണ് IUPAC നെയിം അസൈൻ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അറ്റോമിക് നമ്പർ 100-നേക്കാൾ കൂടുതലുള്ള എലമെന്റ്സിന് എങ്ങനെയാണ് IUPAC നെയിമിംഗ് കൊടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെയിമും അബ്രേവിയേഷൻസും അല്ലെങ്കിൽ സിംബൽസും എന്തൊക്കെയാണ്? ഡിജിറ്റ് 0 ആണെങ്കിൽ അതിന് കൊടുക്കുന്ന പേര് നിൽ എന്നായിരിക്കും. 0 ഡിജിറ്റിന് കൊടുക്കുന്ന പേര് നിൽ. അതിന്റെ സിംബല് എൻ, സ്മോൾ ലെറ്റർ എൻ. ഇനി ഡിജിറ്റ് 1 ആണെങ്കിൽ അതിന്റെ പേര് അൺ, UN, അൺ. അതിന്റെ സിംബല് യു. സിംബലെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്, യു. ഇനി ഡിജിറ്റ് 2 ആണെങ്കിൽ അതിന്റെ നെയിം ബൈ, BI, ബൈ. അതിന്റെ സിംബല് ബി. ഇനി ഡിജിറ്റ് 3 ആണെങ്കിൽ അതിന്റെ പേര് ട്രൈ, TRI. അതിന്റെ നെയിം ടി. ഇനി ഡിജിറ്റ് 4 അതിന്റെ പേര് കോഡ്, QUAD, കോഡ്. സിംബല് Q. ഡിജിറ്റ് 5 ആണെങ്കിൽ അതിന്റെ പേര് പെൻഡ്, PENT, പെൻഡ്. അതിന്റെ സിംബല് P. ഡിജിറ്റ് 6 ആണെങ്കിൽ ഹെക്സ്, H. ഇനി ഡിജിറ്റ് 7 ആണെങ്കിൽ അതിന്റെ നെയിം സെറ്റ്, അതിന്റെ സിംബല് S. 8 ആണെങ്കിൽ ഒക്ട്, സിംബല് O. 9 ആണെങ്കിൽ N, ENN, N. അതിന്റെ സിംബല് E. അപ്പൊ ഡിജിറ്റ് 0 ആണെങ്കിൽ നില്ല്, 1 ആണെങ്കിൽ അൺ, 2 ആണെങ്കിൽ ബൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ കോഡ്, 5 ആണെങ്കിൽ പെൻഡ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഒക്ട്, 9 എൻ. ഇങ്ങനെയാണ് ഡിഫറെന്റ് ഡിജിറ്റിന് നമ്മൾ പേര് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അറ്റോമിക് നമ്പർ 101, അറ്റോമിക് നമ്പർ 101 ആണെങ്കിൽ ഇതിനെങ്ങനെയാണ് IUPAC നെയിം അസൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. 1 എന്ന ഡിജിറ്റ് ആണെങ്കിൽ അതിന്റെ നെയിം നമ്മൾ പറഞ്ഞു അൺ. 0 ആണെങ്കിൽ നിൽ, 1 ആണെങ്കിൽ അൺ. അപ്പൊ അതിന് നെയിം എഴുതുന്നത് ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ഈ അൺ എന്നതിന്റെ യു മാത്രം ക്യാപിറ്റൽ, എന്ന് സ്മോൾ. അപ്പൊ 1ന്റെ പേര് നമ്മൾ എഴുതി അൺ. അടുത്ത 0, 0ന്റെ നെയിം നില്ല, നിൽ. വീണ്ടും 1, അൺ. അൺ, നിൽ, അൺ. ഇത്രയും എഴുതിയ ശേഷം ലാസ്റ്റ് നമ്മൾ IUM എന്നൂടെ ചേർക്കണം. IUM. ഇവിടെ IUM എന്നുകൂടെ ചേർക്കണം. ഇതാണ് 101 എന്ന എലമെന്റിന്റെ IUPAC നെയിം. വേറൊരു എക്സാമ്പിൾ നോക്കുക. 102. 102. 1ന്റെ നെയിം അൺ. ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ കൊടുക്കും. അപ്പൊ യുവിന്റെ യു മാത്രം ക്യാപിറ്റൽ, അൺ. 1ന് അൺ. 0ക്ക് നിൽ, നിൽ. 2, 2ക്ക് ബൈ, 2 നമ്മൾ പറയുന്ന പേര് ബൈ. ലാസ്റ്റ് നമ്മൾ IUM എന്ന് ചേർക്കണം. പക്ഷേ ഓൾറെഡി ആ നമ്പറിന്റെ നെയിമിൽ അവസാനം I എന്നുണ്ടെങ്കിൽ UM എന്ന് മാത്രം ചേർത്താൽ മതി. ഓൾറെഡി ഇവിടെ I എഴുതുന്നുണ്ട്,
വീണ്ടും നമ്മൾ IUM എന്ന് ചേർക്കില്ല, UM എന്ന് മാത്രമേ ചേർക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് UM. ലാസ്റ്റ് IUM എന്നാണ് ചേർക്കേണ്ടത്. പക്ഷെ ഓൾറെഡി ആ ഡിജിറ്റിന്റെ നെയിമില് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് ആണെങ്കിൽ UM എന്ന് മാത്രം ചേർത്താൽ മതി. ഇതിന്റെ പേര് അൺനിൽ ബൈ UM. അൺനിൽ ബൈ എന്നാണ് 1 നോട്ടിന്റെ പേര്. അങ്ങനെയാണെങ്കിൽ 115 അറ്റോമിക് നമ്പർ 115 ആണെങ്കിൽ അതിന്റെ പേര് എന്തായിരിക്കും? അപ്പൊ 1ന്റെ പേര് അൺ. വീണ്ടും ഒന്നെന്നെയാണ്, വീണ്ടും അടുത്ത അൺ. Then 5 pen, then last IUM എന്നാണ് ചേർത്ത്. ഇനി ഈ എലമെന്റിന്റെ സിമ്പൽ എന്താണ്? അപ്പൊ 101 1ന്റെ അൺ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ. നമ്മളൊരു എലമെന്റിന്റെ സിമ്പൽ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. ഇപ്പൊ കാൽസ്യം നമ്മൾ എങ്ങനെ എഴുതാം? C ക്യാപിറ്റൽ A സ്മോൾ. അതേപോലെ ഇതിലെ ഫസ്റ്റ് നമ്പർ അണ്ണിന്റെ U ക്യാപിറ്റൽ. രണ്ടാമത്തെ എലമെന്റിന്റെ ഫസ്റ്റ് ലെറ്റർ, രണ്ടാമത്തെ ഡിജിറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ 0 ആണ് ഫസ്റ്റ് ലെറ്റർ, നില്ലാണ് അതിന്റെ N. അടുത്ത ഡിജിറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ വീണ്ടും അണ്ണാണ്, അതിന്റെ UNU ഫസ്റ്റ് ലെറ്റർ മാത്രം നമ്മൾ ക്യാപിറ്റൽ ചെയ്യും. അങ്ങനെയാണ് 102 എന്തായിരിക്കും? അണ്ണിന്റെ U, നില്ലിന്റെ N, ബൈ എന്നതിന്റെ B, UNB ആയിരിക്കും അറ്റോമിക് നമ്പർ 102 ഉള്ള ഒരു എലമെന്റിന്റെ സിമ്പൽ. 115 എന്തായിരിക്കും? അണ്ണിന്റെ U, വീണ്ടും അണ്ണാണ് അതിന്റെ U, പെന്നിന്റെ P, UUP. ഇതായിരിക്കും അറ്റോമിക് നമ്പർ 115 ഉള്ള ഒരു എലമെന്റിന്റെ സിമ്പൽ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഇൻ പീരിയഡ്സ്. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇലക്ട്രോണിക് വിന്യാസം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ്, ഷെല്ല്, സബ് ഷെല്ലൊക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഇൻ പീരിയഡ്സ്. The period number indicates the value of N for the valence shell. Atomic structure എന്ന ചാപ്റ്ററിൽ ക്വാണ്ടം നമ്പേഴ്സ് എന്നൊരു ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് ശരിക്കും ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ്, ഏത് സബ് ഷെല്ലിലാണ്, അതിന്റെ സ്പിൻ എന്താണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ് ക്വാണ്ടം നമ്പേഴ്സ്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ്. ഒന്നാമത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത് അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ, മൂന്നാമത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, നാലാമത് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇതൊക്കെ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനാണ് N നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഈ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഷെല്ലിനെയാണ്. അതായത് N=1 ആണെങ്കിൽ K ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. N=2 ആണെങ്കിൽ അത് L ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നു. N=3 ആണെങ്കിൽ M ആൻഡ് സോ ഓൺ. അപ്പോൾ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇത് N എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീരീഡിന്റെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാലൻസ്
ഇലക്ട്രോൺസിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ്. അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾ താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, അറ്റോമിക് നമ്പർ 6 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതും? 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക 1s2 2s2 2p2. അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ ആ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p2 ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ നമ്പർ 1 2 3 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പൊ പീരീഡിന്റെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാലൻസ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ആയിരിക്കും. ഇവിടെ നോക്കാം, വാലൻസ് ഷെൽ. എന്താണ് വാലൻസ് ഷെൽ? ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ n=2 എന്നുള്ള ഷെൽ. ഈ 1 2 3 എന്ന് പറയുന്ന നമ്പറാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. ഇവിടെ വാലൻസ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇത് ഏത് പീരിയഡ് എലമെന്റ് ആണെന്നുള്ളത് ഈ നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ ആ എലമെന്റ് സെക്കൻഡ് പീരിയഡിലായിരിക്കും. അപ്പൊ വാലൻസ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണോ അതായിരിക്കും ആ പീരിയഡിന്റെ ആ എലമെന്റിന്റെ പീരിയഡിന്റെ നമ്പർ. വാലൻസ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണോ അതായിരിക്കും ആ എലമെന്റിന്റെ പീരിയഡിന്റെ നമ്പർ. വാലൻസ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ ആ എലമെന്റ് തേർഡ് പീരിയഡിലായിരിക്കും. 4 ആണെങ്കിൽ അത് ഫോർത്ത് പീരിയഡിലായിരിക്കും. ഇവിടെ വാലൻസ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്. അതുകൊണ്ട് ഈ എലമെന്റ് സെക്കൻഡ് പീരിയഡിലായിരിക്കും. അപ്പോൾ ഒരു പീരിയഡിന്റെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺസിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ്. അതായത് വാലൻസ് ഇലക്ട്രോൺസിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണോ അതായിരിക്കും ആ എലമെന്റിന്റെ പീരിയഡിന്റെ നമ്പർ. ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഗ്രൂപ്പില് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനും ഒരേ നമ്പർ വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനും സെയിം നമ്പർ വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനും സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനും ഒരേ നമ്പർ വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസും സിമിലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ് ലിഥിയം. അതിന് താഴെ വരുന്ന എലമെന്റ് ആണ് സോഡിയം. അതിന് താഴെ പൊട്ടാസ്യം, then rubidium, then francium, cesium, then francium. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അങ്ങനെ താഴോട്ട് പോകും. അപ്പോൾ ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ
സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 1s2 2s2 2p6 3s1 11 1s2 2s2 2p6 3s1 ആയിരിക്കും. ഇനി പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് എഴുതുന്നത് കാർബൺ 18 ആണ്. കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിന്നെ ഒരു ഇലക്ട്രോൺ കൊണ്ട് അധികം 4s1 ആണ്. സിമ്പിൾ ആക്കി എഴുതുന്നത്. ഇപ്പൊ എന്താണ് ഈ ഗ്രൂപ്പിലുള്ള എലിമെന്റ്സിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പ്രത്യേകത എന്താണ്? ലിഥിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ല് 2 എന്നുള്ള ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അതില് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. എസ് ഓർബിറ്റലില് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതേപോലെയാണ് സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് n=3 എന്ന ഷെല്ലാണ്. അതിനകത്തുള്ള ഇലക്ട്രോൺ എസ് ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ആണ്. അതേപോലെയാണ് പൊട്ടാസ്യത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ. അപ്പോൾ ഇതിലെല്ലാം ഈ ഗ്രൂപ്പിലെ എല്ലാ എലിമെന്റ്സും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം തുല്യമാണ്. അതാണ് ഒരു ഗ്രൂപ്പിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പ്രത്യേകത. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലിമെന്റ്സിനും സെയിം നമ്പർ വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് സിമിലർ പ്രോപ്പർട്ടീസും ആയിരിക്കും. അവരുടെ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും.